ഗോപാലേട്ടാ, ഗണേഷ് കുമാറിനെ പറ്റി അയാളുടെ ഭാര്യ പറഞ്ഞത് കേട്ടായിരുന്നു. എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അതെ, കണ്ടു നോക്ക്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ നേരത്തെ പിരിഞ്ഞതല്ലേ? പിന്നെ ഇപ്പൊ ഇതെന്താ പുതിയ വാർത്ത? ആ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതല്ല ഗോപാലേട്ടാ, ഇപ്പൊ പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ടാണ് വന്നേക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ബാക്കി ഇവിടെ ഒന്ന് കേട്ടു നോക്ക്. ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എൻ്റെതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോൾ മെമ്മറി പോലും ഇല്ലാത്ത എൻ്റെ ഒരു അമ്മ. ഈ മെനഞ്ഞാൻ ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ശനിയാഴ്ച ശരിക്ക് ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ, പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു അപ്പൊ സംശയരോഗമാണല്ലേ? ഞാൻ വിചാരിച്ചു ഇതെന്താ പ്രശ്നമെന്ന്. പൊന്നു ഗോപാലേട്ട, ബാക്കിയൂടെ കേട്ടിട്ട് എന്താണെന്ന് പറയും. ഇപ്പൊ നടക്കുന്ന വിഷയം അതല്ല. അതൊന്ന് നോക്ക്, ബാക്കിയൂടെ നോക്ക്. ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം. പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു ഓഹോ, എന്നിട്ട് എടുത്ത ഫോട്ടോയൊക്കെ എവിടെ? ആ ഫോൺ പിടിച്ചു വാങ്ങിയെന്നല്ലേ പറയണോ? അതെനിക്കറിയില്ല. ഇതിൽ പറയുന്ന രേഖ ചേച്ചി ആർ ശ്രീരേഖാഞ്ഞല്ലേ? നമുക്ക് ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കാം. ജെ പി സ്ഥാനാർത്ഥി ഒന്നുമല്ല ചേച്ചി. എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാൽ എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. ഇലക്ഷനിങ് അടുത്തപ്പോൾ തന്നെയാണല്ലോ ഇങ്ങനൊരു കേസ് വരുന്നത്. എന്തായാലും ഈ പറഞ്ഞതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കണം. അതിൻ്റെ അന്വേഷണത്തിലാണ്. നിങ്ങളെന്താ മണ്ടനാണോ ഗോപാലേട്ട? അവരനുഭവിച്ച കാര്യമല്ലേ അവർ പറഞ്ഞത്. പിന്നെ അതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കേണ്ട ആവശ്യം എന്താ? ഇതിനെപ്പറ്റി ഗണേഷ് പറഞ്ഞത് എന്താണെന്ന് കേട്ടിട്ടില്ലല്ലോ. അതൊന്ന് കേട്ടു നോക്ക്. അതൊക്കെ വെറുതെ പറയുന്നില്ല. ഇതൊക്കെ ഇലക്ഷൻ അടുത്തത് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പാണ്. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാ തവണയും ഉള്ളതാണ്. ആരാണ് എന്നെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ 2001 മത്സരിക്കുമ്പോൾ എനിക്കെതിരെ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു. പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്.
ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നവരുണ്ട്, ഗണേഷ് കുമാർ പ്രണയിക്കും. ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും അവരൊക്കെ മഹാന്മാരാണല്ലോ. അസൂയ അതൊക്കെ കുശുമ്പ. നമ്മൾ എല്ലാവരും പ്രണയിക്കും, അപ്പോൾ ആർക്കും അസൂയ ഉണ്ടാവുമല്ലോ. പണ്ട് ഒരാളൊരു ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അവര് ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇടാ എല്ലാവരും വാങ്ങിക്കട്ടെ, അപ്പൊ നമ്മൾ വാങ്ങിക്കാതെ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവത്തില്ല, അസൂയ കാണത്തില്ലോ. ഇത് എല്ലാവരും പ്രണയിക്കും, അപ്പൊ അസൂയ മാറും. അല്ല, അദ്ദേഹത്തിന്റെ അത്രയും അധപ്പതനമില്ല. കണ്ടോ, ഇതൊക്കെ അസൂയ കൊണ്ട് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നേ. ഇതിലൊന്നും സത്യമില്ല. പുള്ളി പറഞ്ഞല്ലോ, ഗോപാലേട്ടൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, അതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല. അതെ, ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി കേട്ടോ. അങ്ങനെ തള്ളിക്കളയുന്നു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഞാൻ ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂടുതലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ അടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും, ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും, വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്തോളം അങ്ങനെ എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിന് അവരെ വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്ക് അതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ ഗോപാലേട്ടന്? ഒരു സാധാരണ മനുഷ്യനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്നതെങ്കിൽ അയാളാകപ്പാടെ തകർന്നു പോയേനെ. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെതിരെ വന്നതുകൊണ്ട് അയാൾ അതിൽ നിന്ന് എത്ര ഭംഗിയായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കി. എനിക്കെതിരെ എങ്ങാനും ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഞാൻ പിന്നെ പുറത്തേക്കേ ഇറങ്ങില്ല. ആകെ ബുദ്ധിമുട്ടായി പോയേനെ. എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നെ അതോ പാവപ്പെട്ട എന്നെ? മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്നു, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്നു, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുനത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ നായർ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ പലരും അത് ആസ്വദിക്കുന്നില്ലേ? എന്തിന്? എന്തിനാ ഈ മനസ്സിലാകുന്നില്ല? ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലയോ? അത് പിന്നെ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞ കാര്യം. ഇതിനെപ്പറ്റി രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞെന്ന് കേട്ടല്ലോ, അതെന്തായിരുന്നു അത്? അത് സാധാരണ ഉള്ളതല്ലേ. ഇനി എന്തായാലും ഗോപാലേട്ടൻ ചോദിച്ച സ്ഥിതിക്ക് അതും കൂടെ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ശ്രീ ഗണേഷ് കുമാർ എന്നെപ്പറ്റി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്ത് യോഗ്യതയുള്ളതെന്ന്. ശ്രീ ഗണേഷ് കുമാറിനെ പറ്റി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ R ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം ശ്രീ KB ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞൊരു ആരോപണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ KB ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്ര അഗ്രസീവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ സമയത്ത് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ്. ഇപ്പോൾ അപ്പുറത്തെ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാവും, ഇപ്പുറത്തവരും ഇങ്ങനെ പറയും, തിരിച്ചും അങ്ങനെ പറയും. ഇത് രാഷ്ട്രീയത്തിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. എന്നാലും ഇതൊക്കെ പഴയ വിഷയമല്ലേ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇനി അതൊക്കെ പിന്നെ എടുത്തിട്ട് കുഴിമാന്തി പുറത്തെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഗോപാലേട്ടാ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോടൊരു ചായ്വുണ്ടാവും എന്ന് വെച്ച് എല്ലാവരും അതേ അഭിപ്രായം പറയണമെന്നില്ലല്ലോ. നമുക്ക് ബാക്കി കൂടെ കാണാം. ഇവിടെ രാഷ്ട്രീയം പറയണ്ട, കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മറ്റാരെയും പോലെയല്ല. സാധാരണ ഒരാളെ 3 പേരടിക്കുക, ആ 3 പേരടിച്ചതിൻ്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ KB ഗണേഷ് കുമാർ, അല്ലേ? സാധാരണ എന്തൊക്കെയോ കൊത്തിപ്പറയുന്ന പോലെ ഒരു ഫീൽ അല്ലേ? 3 അടി ഉണ്ടാകാറുണ്ട്. ഇത് ഒറ്റ അടിക്ക് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ്. ആ അടിയുടെ പാടിന് 3 അവകാശികൾ ഉണ്ടായിട്ടുള്ള ആളാണ് ശ്രീ KB ഗണേഷ് കുമാർ. ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്.
ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലിയാണ് എന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഞാൻ പറയണം. ഇനി ശ്രീ കെ ബി ഗണേഷ് കുമാറിനോടുള്ള പ്രത്യക്ഷത്തിലുള്ള ചോദ്യം അദ്ദേഹം മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങളുണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മുടെ വിഷയമല്ല. ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്.